ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സത്യഭാമ ഹാളിൽ ഇരിക്കുകയാണ്. കൂടെ രാഘവൻ നായരുണ്ട്, പ്രീതിയുണ്ട്, പൊന്നിയും പിള്ളയും എല്ലാവരും ഉണ്ട്. അന്നേരം വീട് നോക്കാനായിട്ട് ആരോ വരും, അങ്ങനെ കാത്തിരിക്കുകയാണ് ഭാമ. അന്നേരം ആര് വരുമെന്നാണ് പറഞ്ഞതെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ ആരോ വരുമെന്നാണ് പറഞ്ഞത്. 5 കോടി രൂപ ആര് പറയുന്നോ അവർക്ക് ഈ വീട് കൊടുക്കുമെന്ന് പറയുമ്പോൾ 5 കോടിക്കുള്ള മുതലേ ഉള്ളൂ എന്ന് രാഘവൻ നായർ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ ഭാമ പറയുകയാണ്, സത്യഭാമയുടെ മാനത്തിനിപ്പോൾ 5 കോടി രൂപയേ വിലയുള്ളൂ, ഇല്ലെങ്കിൽ തല കുനിച്ച് നിൽക്കണം. നിർധന യുവതികളുടെ വിവാഹത്തിന് കൊടുക്കേണ്ട പൈസ ഇല്ലേ, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തല കുനിക്കും എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങ് വിഷമിക്കുകയാണ്. അന്നേരം പ്രീതി ഒരു അഭിപ്രായം പറയുന്നുണ്ട്, അർജുനേട്ടനോട് പറയാം 5 കോടി സംഘടിപ്പിക്കാനൊക്കെ. പക്ഷേ അത് ഭാമ അതിനൊന്നും തയ്യാറാകുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അർജുനെ കൊണ്ട് ചിലപ്പോൾ സംഘടിപ്പിക്കാൻ പറ്റില്ല, പിന്നെ അവൻ അതൊരു വിഷമമാവുമെന്നും പറഞ്ഞ് എല്ലാവരും ആകെ വിഷമിച്ച ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. തുടർന്ന് പ്രീതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നിനക്കും മോൾക്കും കുഴപ്പമൊന്നും വരില്ല, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇതുപോലൊരു വീട് തന്നെ സ്വന്തമായിട്ട് വാങ്ങാം എന്നൊക്കെ പറയുമ്പോൾ ഭാമയിരുന്നങ്ങ് കരയുകയാണ്. ഈ സമയത്താണ് വിഷ്ണു ആൻ്റപ്പൻ്റെ വീട്ടിൻ്റെ ആധാരവുമായിട്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത്. തുടർന്ന് വിഷ്ണുവേട്ടൻ എന്നും പറഞ്ഞ് പ്രീതി കുഞ്ഞിനെയും കൊണ്ടങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് അകത്തേക്ക് വരുന്ന വിഷ്ണു ആണെങ്കിൽ ഭാമയുടെ നേരെ ആൻ്റപ്പൻ്റെ വീടിൻ്റെ ആധാരം നീട്ടുകയാണ്. അന്നേരം എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ഒരു ആധാരം എന്നിങ്ങനെ വിഷ്ണു ഒരു കൂളായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് ആധാരം വാങ്ങിക്കുന്ന പൈസ കൊടുക്കുന്ന ഏർപ്പാടൊക്കെ സത്യഭാമ നിർത്തി. സത്യഭാമയുടെ ഈട് തീർന്നു, ഇനി എല്ലാം തകർന്നിരിക്കുകയാണ്, താമസിക്കാനായിട്ട് വേറെ വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഈ കുഞ്ഞിന് വരെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങ് കരയുകയാണ്. അന്നേരം ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ഓർക്കുന്നുണ്ട്, അന്ന് ശാലിനിയെയും വിഷ്ണുവിനെയും കുഞ്ഞിനെയും കൂട്ടി അന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ട രംഗങ്ങളൊക്കെ. തുടർന്ന് വിഷ്ണു ആധാരം കൊടുത്തിട്ട് പറയുകയാണ്, ഇത് പണയത്തിനുള്ളതല്ല, അമ്മയ്ക്ക് വേറെ വീട്ടിൽ താമസിക്കണമെങ്കിൽ അവിടെ പോയി താമസിക്കാമെന്ന് പറഞ്ഞ് സത്യഭാമയുടെ മടിയിലേക്ക് ആധാരം വച്ചു കൊടുക്കുകയാണ്. തുടർന്ന് ഭാമയാണെങ്കിൽ ആധാരം പിള്ളയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് പിള്ള വായിച്ചു നോക്കുമ്പോൾ സത്യഭാമ ഇത് ആൻ്റപ്പൻ്റെ വീടിൻ്റെ ആധാരമാണെന്ന് പറയുമ്പോൾ രാഘവൻ നായരും ഭാമയും ഒക്കെ ഞെട്ടിത്തെറിച്ച് വിഷ്ണുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇതിൻ്റെ വില 5 കോടിയാണ്, ഇത് അമ്മയ്ക്കുള്ള പണം തരാതെ ആരും ആൻ്റപ്പൻ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല, പുറത്ത് ഈ വിഷ്ണു ഉണ്ടാവും കാവലിന് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ അങ്ങ് കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. വിഷ്ണുവിനെ നോക്കി കുനിഞ്ഞിരുന്ന് സത്യഭാമ അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ ആ പ്രവൃത്തിയിൽ രാഘവൻ നായർക്കും പ്രീതിക്കും പൊന്നയ്ക്കും പിള്ളയ്ക്കും വരെയും ആകെ സന്തോഷമാക്കുകയാണ്. അഹങ്കാര ഭാവത്തോടു കൂടി തന്നെ രാഘവൻ നായർ വിഷ്ണുവിനെ അങ്ങ് നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഭാമ ഇരുന്നങ്ങ് കരയുകയാണ്. തുടർന്ന് പാറുകുട്ടിയെ നോക്കുമ്പോൾ വിഷ്ണുവിനെ നോക്കി ചിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു കുഞ്ഞിനെ എടുക്കുന്നുണ്ട്, ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, സുഖം തന്നെയില്ലെന്നും മോളെ നോക്കിയോളണേന്നൊക്കെ പ്രീതിയോട് പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങ് തിരിച്ചു കൊടുക്കുകയാണ്, പോണമെന്ന്. അന്നേരം നിനക്ക് പോണോ ഇടാ മോനെ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം പോണോ അച്ഛാ, റെസ്റ്റോറൻറ്റിൽ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് സത്യഭാമയെ നോക്കിയിട്ട് വിഷ്ണു അങ്ങ് പോവുകയാണ്. പക്ഷേ ഭാമ ആരുടെയും മുഖത്ത് നോക്കുന്നില്ല, ഇരുന്നങ്ങ് പൊട്ടിക്കരയുകയാണ്. തുടർന്ന് വിഷ്ണു പോയ ശേഷം ഭാമയെ നമ്മുടെ മോൻ എന്നിങ്ങനെ രാഘവൻ നായർ ഇങ്ങനെ തലയുറത്ത് പിടിച്ച് പറയുമ്പോൾ സത്യഭാമയ്ക്ക് അഹങ്കാരഭാവം ഒന്നുമില്ല, കരയാൻ മാത്രമേ സത്യഭാമയ്ക്ക് സാധിക്കുന്നുള്ളൂ. തുടർന്ന് ആ സ്പോട്ടിൽ തന്നെ ആൻ്റപ്പനാണെങ്കിൽ കാറിൽ വരുന്നുണ്ട്, കയ്യിലൊരു വലിയ ബാഗൊക്കെ ഉണ്ട്. ബാഗുമായിട്ട് വന്നിട്ട് സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ആ പൈസ വാങ്ങിക്കാൻ വന്ന അതേ ആൻ്റപ്പനായിട്ടാണ് തിരിച്ച് വന്നിരിക്കുന്നത്. എന്നിട്ട് ബാഗ് അങ്ങോട്ട് അവിടെ വെച്ചിട്ട് പറയുകയാണ്, ദാ സത്യാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 5 കോടി രൂപയുണ്ട്, ഇതങ്ങോട്ട് എടുത്തിട്ട് എന്നോട് ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്തില്ല, ഞാൻ പറഞ്ഞതിനെല്ലാം എന്നോട് മാപ്പാക്കണം, ദാ 5 കോടി രൂപയുണ്ട്, ഇതെടുത്തിട്ട് എൻ്റെ ആധാരം എങ്ങനെ തിരികെ തരണം എന്ന് പറഞ്ഞ് തൊഴുതു നിൽക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ദേഷ്യത്തോട് തന്നെ ആൻ്റപ്പനെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് പിള്ളയാണെങ്കിൽ ആ ബാഗ് എടുക്കുന്നുണ്ട്. അന്നേരം പൈസ എണ്ണാനാണ്. അന്നേരം എണ്ണി നോക്കേണ്ട ആവശ്യമില്ല, 1 രൂപയെങ്കിലും കൂടുതലേ കാണൂ, നഷ്ടപരിഹാരമായിട്ട് ഞാൻ എത്ര വേണമെങ്കിലും തരാം, പക്ഷേ വിഷ്ണുവിനെ മാത്രം അങ്ങോട്ട് അയക്കല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞൊന്ന് തൊഴുത് ആൻ്റപ്പൻ നിൽക്കുകയാണ്. തുടർന്ന് പിള്ളയെന്ന് വിളിക്കുമ്പോൾ പിള്ള തന്നെ ആ പ്രമാണം പിന്നെ ആൻ്റപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാപ്പാക്കണം എന്നുണ്ട്, രാഘവൻ സാറേ ഞാൻ ചെയ്തതിനെല്ലാം മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ആൻ്റപ്പന് പ്രമാണവുമായിട്ട് തിരികെ പോവുകയാണ്. തുടർന്നും രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമയെ കളഞ്ഞു പോയത് കല്ലല്ല മാണിക്യം തന്നെയാണ്, നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ എന്ന്. അന്നേരം ആ സങ്കടം സഹിക്കാൻ വയ്യാതെ ഭാമ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് രാഘവൻ നായർ അങ്ങ് ആകെ മനസ്സന്തോഷത്തിൽ ആ വീടൊക്കെ ഒന്നുകൂടി നോക്കിയാണ്. താൻ അധ്വാനിച്ച് അതിൻ്റെ വിയർപ്പിലുണ്ടായത് കൈവിട്ട് പോയില്ല എന്നൊരു ആശ്വാസത്തിൽ സന്തോഷത്തോടു കൂടി രാഘവൻ നായർ ഇരിക്കുന്നുണ്ട്. പ്രീതിക്കും പൊന്നിക്കും പിള്ളയ്ക്കും ഒക്കെ സന്തോഷമാവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ ആ വാടക വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ്. പാറുക്കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്തങ്ങ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വിഷ്ണു ഒരു ഫയലുമായിട്ട് വരുന്നുണ്ട്. ഇതിലെല്ലാം ഉണ്ടോ എന്ന് നോക്കിയെന്ന് പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ശാലിനിയും കയറിപ്പോകാൻ പോവുകയാണ്. പക്ഷേ വിഷ്ണു പിടിച്ചു നിർത്തുകയാണ്. ഇടോ, തൻ്റെ IAS സ്വപ്നമല്ലേ, പരീക്ഷയല്ലേ നാളെ നടക്കാൻ പോകുന്നത്, താഴെ ഇപ്പോഴും പാറുക്കുട്ടിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അവളില്ലാതെ പറ്റില്ല വിഷ്ണുവേട്ടാന്നൊക്കെ പറഞ്ഞ് ശാലിനിയും കരയുകയാണ്. അന്നേരം പാറുക്കുട്ടിയും ഞാനും ഒക്കെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ
പോലെയുള്ള സ്വപ്നമല്ലേ, വാശിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ അങ്ങ് കൂടുതൽ ഉത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി അങ്ങ് കരയുകയാണ്. അന്നേരം അന്ന് ഗോപാലകൃഷ്ണൻ അമ്മയെയും മക്കളെയും ഒക്കെ തെരുവിലേക്ക് ഇറക്കി വിട്ടതൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വീറും വാശിയും ഒന്നുമില്ല, അത് സ്വപ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, ഒരു വാശിയില്ലെങ്കിലും അതൊരു സ്വപ്നമായിട്ട് എഴുതിപ്പെട്ടൂടെ എനിക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അവസാനം ഞാൻ ശ്രമിക്കാം വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നോ ഫയലും വാങ്ങിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയം ആ രാത്രി തന്നെ കുടുംബശ്രീ വീട്ടിൽ മുൻവാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നത് കണ്ടിട്ട് ശ്യാമയോട് ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ. അത് അടച്ചിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ എത്ര നേരമായിട്ട് പറയുന്നു വാതിലടയ്ക്കാനായിട്ട്, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ അടച്ചതാണല്ലോ എന്ന് ശ്യാമ പറയുന്നുണ്ട്. ശ്യാമ കട്ടലിലിരുന്ന് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അടച്ചു, കള്ളം പറയുന്നു, ഞാനാണിപ്പോൾ അടച്ചതെന്നും പറഞ്ഞ് ശാരദാമ്മ വെള്ളം എടുക്കാനും ഓരോ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ശ്യാമ ആലോചിക്കുകയാണ്, ഞാൻ അടച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടി റൂമിന് വെളിയിലേക്ക് വരികയാണ്. അന്നേരം ശാരദാമ്മ എന്താ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശ്യാമ ഓടി വെളിയിലേക്ക് ഇറങ്ങിയാണ്. തുടർന്ന് തിരികെ ഓടി വന്ന ശ്യാമ പറയുകയാണ്, അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് ഓടി വരുന്നത്, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുൻവാതിൽ അടച്ച് തന്നെയാണ്, ശാരിയേച്ചി റൂമിൽ കാണാനില്ല, ശാരിയേച്ചി ആയിരിക്കും തുറന്നിറങ്ങി പോയതെന്ന് പറയുമ്പോൾ ഈ പെണ്ണിനെ കൊണ്ട് തലവേദനയായല്ലോ, ഇവളത് എവിടെ പോയതാണെന്നും പറഞ്ഞ് ശാരദാമ്മ കതവ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി മുറ്റത്തും ആ ഹോട്ടലിലും എല്ലായിടത്തും ശാരിയെ അന്വേഷിക്കുകയാണ്. ശ്യാമയും ശാരദാമ്മയും കൂടി ശാരിയെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും ശാരികയെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇത്രയും ആകുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും സത്യഭാമയും വിഷ്ണുവിനോടുള്ള ദേഷ്യമൊക്കെ സത്യഭാമയ്ക്ക് തീർന്നത് തന്നെയാണ്. വിഷ്ണു കാരണം വീണ്ടും സത്യഭാമ എല്ലാവരുടെയും മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന എപ്പിസോഡ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.